എൻ്റെ ട്രെയിനിങ് സെക്ഷനിലെ ഏറ്റവും ബെസ്റ്റ് ട്രെയിനിങ് സെക്ഷൻ ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും അത് ലെഗ് ഡേ ആണെന്ന്. ലെഗ് ഡേയിൽ ട്രെയിനിങ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സുഖം മറ്റൊരു മസിൽ ഗ്രൂപ്പിനെ ട്രെയിനിങ് ചെയ്താലും എനിക്ക് ലഭിക്കത്തില്ല. ഇന്നത്തെ ട്രെയിനിങ് സെക്ഷനിൽ പ്രീവിയസ് വീക്കിലെ ട്രെയിനിങ് സെക്ഷനെക്കാട്ടും ചെറിയൊരു മാറ്റം ഞാൻ വരുത്തിയിട്ടുണ്ട്. ലെഗ് ഡേയിൽ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ബേസിക് വാമപ്പ് സെക്ഷൻ എല്ലാം കംപ്ലീറ്റ് ചെയ്തു. വാം സെറ്റ് ഞാൻ ലെഗ് എക്സ്റ്റൻഷനിലാണ് പെർഫോം ചെയ്യുന്നത്. എൻ്റെ ഫസ്റ്റ് എക്സസൈസും ലെഗ് എക്സ്റ്റൻഷൻ തന്നെയാണ്. ഇവിടെ ഞാൻ 3 സെറ്റ് മെയിൻറ്റെയിൻ ചെയ്തു. എല്ലാ സെറ്റും ഞാൻ ഫെയിലിയറിൽ പോയില്ല. ലാസ്റ്റ് സെറ്റ് മാത്രമാണ് ഞാൻ ഫെയിലിയർ പോകാനായിട്ട് പരമാവധി ട്രൈ ചെയ്തത്. നെക്സ്റ്റ് എക്സസൈസ് കാഫിന് വേണ്ടി സ്റ്റാൻഡിങ് കാഫ് റൈസ് ആണ് പെർഫോം ചെയ്തത്. 2 വേരിയേഷനിൽ ഞാൻ കാഫിനെ ടാർഗറ്റ് ചെയ്തു. കാഫിനെ ട്രെയിൻ ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ടാർഗറ്റ് ചെയ്തത് ഹാംസ്ട്രിങ്ങിനെയാണ്. ഹാംസ്ട്രിങ്ങിന് വേണ്ടി ഡംബൽ RDLാണ് ഞാൻ പെർഫോം ചെയ്തത്. ഇവിടെ നിങ്ങൾക്ക് 2 വേരിയേഷൻ കാണാം. ഈ 2 വേരിയേഷൻ ഞാൻ പെർഫോം ചെയ്ത് സിംഗിൾ ലെഗിലും അതുപോലെ തന്നെ ഡബിൾ ലെഗിലും. ഇതിനുശേഷം എഗെയിൻ ഞാൻ ക്വാഡ്സിനെ ട്രെയിൻ ചെയ്തു. ഇവിടെയാണ് ഞാൻ മാറ്റം വരുത്തിയിരിക്കുന്നത്. പ്രീവിയസ് വീക്കിലെ ട്രെയിനിങ് സെഷനിൽ ക്വാഡ്സിന് വേണ്ടി ഞാൻ ബൾഗേറിയൻ സ്പ്ലിറ്റ്സ് ആഡ് ചെയ്തു. പക്ഷേ ഈ തവണ ബൾഗേറിയൻ സ്പ്ലിറ്റ്സ് ചേഞ്ച് ചെയ്തിട്ട് അതിന് പകരമായിട്ട് ലെഗ് പ്രസ് ആണ് ആഡ് ചെയ്തിരിക്കുന്നത്. ലെഗ് പ്രസിൻ്റെ 3 സെറ്റ് മെയിൻറ്റെയിൻ ചെയ്ത് ഇതിനുശേഷം ഫൈനലി ഹിപ്പ് അബ്ഡക്ഷൻ ആൻഡ് അഡക്ഷൻ്റെ 2 സെറ്റ് വീതം പെർഫോം ചെയ്തു. ഇന്നത്തെ ലെഗ് ഡേ കംപ്ലീറ്റ് ചെയ്തു. എന്തെങ്കിലും ലെഗ് ട്രെയിനിങ് ഡേയിലെ ടിപ്പുകൾ നിങ്ങൾ ആഗ്രഹിക്കുന്നുള്ള കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യണം. നെക്സ്റ്റ് വീഡിയോയിൽ എന്തായാലും ഞാൻ നിങ്ങളോട്ട് അത് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ട്രെയിനിങ് സെഷനിൽ കാണാം.